ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ തോരനാണ്. അപ്പം ഞാൻ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ തോരൻ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്ത് നോക്കണം. അതിനു വേണ്ടി വഴുതനങ്ങ ഇതുപോലെ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെക്കണം. അതിൻ്റെ കറ പോകാനാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിനു വേണ്ടി ഒരു സവോള എടുത്തിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, കറിവേപ്പില, അത്രയും സാധനങ്ങളാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചീൻചട്ടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ആ സവോള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് അതിൽ നിന്ന് ഇട്ട് വഴറ്റുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് 1 മിനിറ്റ് നേരം വഴറ്റുക. ഇതുപോലെ ആകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റാം. പിന്നീട് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒരു 30 സെക്കൻഡ് അതിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആ വഴുതനങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. എല്ലാം ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് മൂടിയെടുത്ത് ഒന്ന് ഇളക്കിയിടുക. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ആവി വെള്ളം വീഴുമ്പോൾ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഒരു 2 മിനിറ്റും കൂടെ ഇതുപോലെ തുറന്ന് വെച്ചൊന്ന് വേവിക്കാം. വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തുറന്ന് വെച്ച് ഒന്നും കൂടെ ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക്